നമ്മളിപ്പോൾ കുറേ ഡിസ്കസ് ചെയ്തു. അതായത് മൈഗ്രൻസിനെ പറ്റിയിട്ട് അവരുടെ ലോ ആസ്പെക്ട്സ്, ഹെൽത്ത് റിലേറ്റഡ് ആസ്പെക്ട്സ് സംസാരിച്ചു. പിന്നെ നമ്മളൊരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഈ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈവസി ഇൻഫ്രിഞ്ച്മെൻറ്റ്, കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ഇതിനെയൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു ടൈപ്പ് പാൻഡമിക് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി അല്ല, മെയിൻലി ഈ പ്രൈവസിയാണ്. അതായത് ഡീറ്റെയിൽസ് സച്ച് ആസ് പേഴ്സണൽ ഡീറ്റെയിൽസ്, പേര്, അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, ബിക്കോസ് ദേ മേ ഹാവ് ടു ഫേസ് സോ മെനി സ്റ്റിഗ്മറ്റൈസേഷൻ, അല്ലെങ്കിൽ ഒരു അവരെ ഒന്ന് മാറ്റി നിർത്താൻ ഉള്ളൊരു സാധ്യത. ബിക്കോസ് അവരെന്തോ വലിയ തെറ്റ് ചെയ്തു, അവരെന്തോ ഭയങ്കര കുറ്റക്കാരാണെന്നും പിന്നെ അങ്ങനെ ഉള്ള ഒരു സാധ്യത. പിന്നെ അവരെ മാനേജ് ചെയ്യാനും, ഇമോഷണൽ ട്രോമ മാനേജ് ചെയ്യാനും, ട്രോമാറ്റിക് സ്ട്രെസ് മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പാട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അത് അവോയ്ഡ് ചെയ്യാം? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പാൻഡമിക് തന്നെ ആദ്യം നമുക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. പിന്നെ നമുക്കൊരു ഇതുണ്ടായിരുന്നത്, വി ഹാഡ് ടു follow all the persons who were in close contact with ആരാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ആ സ്പ്രെഡിന്റെ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനെ. പാൻഡമിക് പ്രൈവസി പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ആ ഇനീഷ്യൽ കൊറോണന്റെ സമയത്ത് ഓർമ്മയുണ്ടോ, റൂട്ട് മാപ്പ്. അപ്പൊ അതില് ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. ഒരാള് പുറത്തുനിന്ന് വന്ന ഒരാള് ഒരു ലേഡീനെ വിസിറ്റ് ചെയ്യാൻ പോയി രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു റൂട്ട് മാപ്പ് ഒക്കെ വന്ന്, അപ്പൊ അത് ഭയങ്കര അവരുടെ പേഴ്സണൽ ലിബർട്ടി അല്ലെങ്കിൽ അവരുടെ ചോയ്സിനെ എല്ലാവരും അറിഞ്ഞ്, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് ആ റൂട്ട് മാപ്പ് ഇതാക്കിയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതില്. പക്ഷെ ആ സമയത്ത് വാട്ട് ഇസ് നീഡഡ്, പ്രൊപ്പോർഷണൽ ആണോ ഇപ്പൊ ആ ഒരു റൂട്ട് മാപ്പ് കൊടുക്കേണ്ടത്? കാരണം എന്താ വെച്ചാൽ അയാള് ഇൻ കോണ്ടാക്ട് വന്ന ആൾക്കാരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എത്രത്തോളം കൊറോണന്റെ എന്താണ് ഫാർ റീച്ചിങ് എഫക്റ്റ്, ഹൗ ഇറ്റ് ഇസ് അത്രയും ഡേഞ്ചറസ്, എന്തുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതൊക്കെ വി വെർ ഇൻ ദ ഇൻഫാന്റ് സ്റ്റേജ്. അപ്പൊ അത് നെസസറി ആയിരുന്നു. അങ്ങനെയുള്ള സമയത്ത് അയാൾക്ക് പോയിട്ട് എൻ്റെ പേഴ്സണൽ പ്രൈവസി ഇൻഫ്രിഞ്ച് ചെയ്തു. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി എന്നുള്ളത് അതെന്റെ ചോയ്സ് ആണ്, എൻ്റെ റൈറ്റ് ആണ്. എൻ്റെ പ്രൈവസിയിലേക്ക് എന്താ പറയുക, ന്യൂസ് പേപ്പറുകാരും ടി വിക്കാരും എല്ലാം അതിനെ പറ്റി പറയുന്നത്. അപ്പൊ ആ സമയത്ത് അയാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കൊറോണന്റെ റീച്ച് അറിയാം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാം. അപ്പൊ ഈ സമയത്ത് ആ ഒരു റൂട്ട് മാപ്പിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണ് പ്രൊപ്പോർഷണാലിറ്റി ടെസ്റ്റിംഗ്. ഏത് ഡീവിയൻ ലോസ്, അതായത് ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇങ്ങനത്തെ ക്വാറന്റൈൻ അല്ലെങ്കിൽ കമ്പൽസറി വാക്സിനേഷൻ, അതൊക്കെ ഡീവിയൻ ലോസിൽ വരുന്നതാണ്. പക്ഷെ ആ ഡീവിയൻ ലോസ് ഉണ്ടെങ്കിലും അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും കോടതിയിൽ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ടൈം ലിമിറ്റഡ് ടൈപ്പ് ഓഫ് പാൻഡമിക് ആയിരുന്നു. നമുക്ക് ഈ ഫാസ്റ്റ് പാൻഡമിക്സ് ഉണ്ട്, സ്ലോ പാൻഡമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കാറ്റഗറൈസ് ചെയ്തു. കുറെ ഹെൽത്ത് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതിൽ പെടുന്നതാണ് ഈ HIV, AIDS. അതൊക്കെ സ്ലോ പാൻഡമിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് പതുക്കെ പതുക്കെ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് വി ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗെറ്റിംഗ് സ്പ്രെഡ്. അപ്പം അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വി നോ ദാറ്റ് വി ആർ നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ്. പക്ഷേ ഒരു പേഴ്സൺ ഹൂസ് ഹെൽത്ത് റിലേറ്റഡ്, whose എന്താണ് പബ്ലിക് ഹെൽത്ത് കൺസേൺ ഉള്ള അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് റെസ്പോൺസിബിലിറ്റി ഉള്ള പീപ്പിൾ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പബ്ലിക്സ് ഹെൽത്ത്, അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീഗൽ സർവീസസ് മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ വൾനറബിൾ പോപ്പുലേഷന് കൊടുക്കുന്ന പോലെ വി ആർ ഓൾസോ concerned about this marginalized and vulnerable population who may acquire such a disease. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ വിത്തൗട്ട് ദി നോളജ് റൂട്ട് ചെയ്യുന്നതും എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ്? എക്സാമ്പിൾ അങ്ങനെ ഒരു അവരുടെ HIV ഉള്ള ആൾക്കാരെ അവരുടെ നോളജ് ഇല്ലാതെ റൂട്ട് ചെയ്യാൻ ആരെയും പറ്റില്ല. അത് എന്ത് മാർജിനലൈസ്ഡ് ആണെങ്കിലും മാർജിനലൈസ്ഡ് അല്ലെങ്കിലും അത് ചില സിറ്റുവേഷനിലുണ്ട്. ഇപ്പം
ഫോർ സ്ക്രീനിങ് ബ്ലഡ് ഡൊണേഷന്റെ സമയത്ത് അവർ കൺസെന്റ് മേടിക്കും, തരണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പബ്ലിക് ഹെൽത്ത് എഫക്ട് ചെയ്യുന്ന ഒരു HIV ഉള്ള ആൾക്കാരെ പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന ഒരു ഇത് വന്നെന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്ത് ആസ് സച്ച് വരുന്നത്. അങ്ങനെയുള്ള സമയം അത് HIV നമുക്കറിയാം കൺസെന്റ് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പക്ഷെ ഇങ്ങനെ ഒരു പബ്ലിക് എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് അപ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ അത് കൺസെന്റ് ഇല്ലെങ്കിലും നമുക്കത് ആ ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത്, അല്ലാതെ ഒരു കൺസെന്റ് ഇല്ലാതെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഡിസ്ക്ലോസ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നതല്ല. ഇപ്പൊ ബ്ലഡ് HIV ടെസ്റ്റിന് കൺസെന്റ് വേണം. കൺസെന്റ് വേണം. കൺസെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ അതിൽ കൺസെന്റ് ഇല്ലാതെ അവർ ചെയ്യാൻ ആ സമയത്ത് മാത്രമേ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു person having ഒരു disease, partner testing is needed. For example, STDs. HIV one of the STD ആണ്. STD, but ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, പല സ്റ്റേറ്റ്സിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലോലി പ്രോഗ്രസിംഗ് എന്നാണ് പറയപ്പെടുന്നത്. അത് മാതിരി ആണ് ലൈക്ക് ഫോർ STDs വി നീഡ് പാർട്ട്ണർ ടെസ്റ്റിംഗിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പാർട്ട്ണർ കൺസെന്റ് ചെയ്യുന്നില്ല ഫോർ ടെസ്റ്റിംഗ്. ആ ഒരു സിറ്റുവേഷനിൽ വാട്ട് ആർ വി സപ്പോസ് ടു ഡു? അത് പ്രൈവറ്റ് റൈറ്റ് അല്ലേ? പ്രൈവറ്റ് റൈറ്റ്. പക്ഷെ ഇപ്പൊ ഞാൻ HIV കാര്യം പറഞ്ഞ പോലെ പ്രൈവറ്റ് റൈറ്റിന് എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ട്. എന്തെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റ് എഫക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, ഇപ്പം ഒരു വൈഫിന്റെ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, ആ ഡേഞ്ചറസ് സിറ്റുവേഷൻ വൈഫിന് അല്ലെങ്കിൽ ദ പാർട്ട്ണറിന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിസ് ടെസ്റ്റിംഗ് ഇസ് നെസസറി, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അപ്പം നമുക്ക് ആ ഒരു ഇതിൽ വിത്ത്, അതായത് എന്തെങ്കിലും അഡ്വൈസറി ബോർഡ് ഉണ്ടാവും അല്ലെങ്കിൽ കോടതി ഉണ്ടാവും, അവിടെ പോയി പെർമിഷൻ മേടിക്കാം. ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ലൈക്ക് ആ ഒരു കൺസെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഈ യഹോവ സാക്ഷികൾ അവര് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനൊന്നും അവർ സമ്മതിക്കൂല. അങ്ങനെ എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു മൈനറിന് അസുഖം ലുക്കീമിയ വന്നിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സും മൈനറും സമ്മതിക്കുന്നില്ല. പക്ഷെ അത് ആ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ദാൻ ദെയർ റൈറ്റ് ടു ബിലീവ്. അപ്പം അങ്ങനത്തെ ഹോസ്പിറ്റലുകാർക്ക് എന്താ, ഡോക്ടേഴ്സ് ഹാവ് എ ഡ്യൂട്ടി അല്ല, പക്ഷെ ഡോക്ടേഴ്സ് ഹാവ് എ ഡ്യൂട്ടി ടു ഡു വാട്ട് എവർ അണ്ടർ ദെയർ കപ്പാസിറ്റി ടു പ്രൊട്ടക്ട് എ ലൈഫ്. അങ്ങനെ വരുമ്പോൾ അവര് ദേ ആർ ഇൻ എ ഡിലെമ. അപ്പൊ അവര് കോടതിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പെർമിഷൻ വേണം, ദേ ആർ നോട്ട് കൺസെന്റിങ് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻസ് വരുമ്പോൾ വിത്ത് അതോറിറ്റീസിന്റെ പെർമിഷനിൽ ആ പ്രൈവസി അല്ലെങ്കിൽ കൺസെന്റിന്റെ ആസ്പെക്ട് എപ്പോഴും അല്ല, യൂഷ്വലി പ്രൈവസി അല്ലെങ്കിൽ കൺസെന്റ് ആസ്പെക്ട് ഈസ് ദെയർ, പക്ഷെ അതിന് എക്സെപ്ഷൻ സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ മൈഗ്രന്റ് ലേബറിനെ കുറിച്ച്, മൈഗ്രന്റ് ഹെൽത്തും ലോയിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മിസ് ഔട്ട് ആയത് ഒരു ഇന്റർനാഷണൽ ലെവൽ ഓഫ് മൈഗ്രൻസ് ആണ്. അപ്പം അവരിൽ ചിലപ്പോൾ അവരുടെ കൺട്രിയിൽ, നേറ്റീവ് കൺട്രിയിൽ ദ ലോസ് മേ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ അവർ നമ്മുടെ ഇവിടെ വന്ന് പെട്ടുപോവുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് അറൈസ് ചെയ്തിട്ടുണ്ടോ? അല്ല, നമ്മുടെ അതായത് ഈ ഹെൽത്ത് ആസ്പെക്ട് ഒക്കെ നമ്മൾ ഇന്ത്യയിൽ ഹോസ്പിറ്റലൈസ് അല്ലെങ്കിൽ ഹീസ് മേ ബി ആസ് എ ഒരു പേഴ്സൺ ഹൂസ് അപ്രോച്ചിങ് ഫോർ എ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. മൈനസ് ലൈക്ക് വാട്ട് എവർ അണ്ടർ അവർ പെർവ്യൂ അല്ലെങ്കിൽ അണ്ടർ അവർ കേപ്പബിലിറ്റി വി ക്യാൻ ഡു. But what if he needs a major kind of service provision? ആവശ്യം ഉണ്ടെങ്കിൽ what is the like protocol? അത് ഇപ്പം ഈ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് റൈറ്റ് നോട്ട് ഓൺലി ഫോർ ദ സിറ്റിസൺസ് ആണ്. നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പ്രകാരമാണ് എല്ലാവർക്കും ഹ്യൂമൻ ഇസ് എൻറ്റൈറ്റിൽഡ് ഫോർ ആക്സസ് ടു ഗുഡ് ഹെൽത്ത് സർവീസ്. അപ്പോൾ അത് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ഒരു രാജ്യമല്ല ആ ഒരു ഇന്റർനാഷണൽ വേറെ രാജ്യം, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം പബ്ലിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്തിനാണ്, നോട്ട് ഫോർ ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേരളൈറ്റ്സ്, അങ്ങനെയല്ല. എവറിബഡി കൻ ആക്സസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ വന്നത്, there was this ഏത് വർഷം ഓർമ്മയില്ല, but there was a situation where a lady was denied abortion in a place where abortion was not, I mean, permissible. പക്ഷെ that lady was a
ഫോറിനർ ടു ദ കൺട്രി, ആ കൺട്രിയിൽ ഫോറിനർ ആണ്. ബട്ട് ഇൻ ദ ലേഡീസ് ലാൻഡ്, നേറ്റീവ് ലാൻഡ്, ഇറ്റ്സ് ലീഗൽ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹൗ ക്യാൻ ദേ? അല്ല, അത് എവിടെയാ അവരുള്ളതെന്ന് വെച്ചാൽ ആ ലോ ഓഫ് ദ ലാൻഡ് ആണ് അതാക്കണത്. അതിപ്പോൾ നമ്മൾ MTP-ലാണെങ്കിലും എക്സ്ക്ലൂഷൻ പ്രൊവിഷൻസ് ഉണ്ട്. ആ എക്സ്ക്ലൂഷൻ പ്രൊവിഷനിൽ വരുന്നതാണെങ്കിൽ ബോർഡിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോകാം, ബോർഡിന് ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി കോടതിയിൽ പോകാം. അത്രേ ഉള്ളൂ. ലോ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇത് ഇല്ല. അത് നമ്മളെ ഇവിടുത്തെ ആൾക്കാർക്കുള്ള സെയിം റൈറ്റ്സ് പബ്ലിക് ഏത് രാജ്യക്കാർക്കും ഉണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സ്പെസിഫിക് ആയിട്ട് ഓരോ ആക്റ്റും കാര്യങ്ങളും പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടും കാറ്റഗറി ബേസ്ഡ് ആയിട്ടും സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടും ഒക്കെ നമ്മൾ ഹൗ ഹെൽത്ത് ഇസ് ഇൻറ്റർസെക്റ്റിംഗ് വിത്ത് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം കുറേ പറഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ ഒന്ന് മായ്ച്ചു കളയുക നമ്മുടെ മനസ്സിൽ നിന്ന്. ഈ ലോ, ആരോഗ്യം, ഹെൽത്ത്, അതെല്ലാം നമ്മളിപ്പോൾ എത്രത്തോളം ലിബറലൈസ്ഡ് ആണ് നമ്മുടെ തോട്ട്സിൽ. അതായത് റൈറ്റ് ബേസ്ഡ് എന്ന് പറയാം, ഇപ്പം എനിക്ക്, അല്ലെങ്കിൽ നീഡ് ബേസ്ഡ് എന്ന് പറയാം. നീഡ് ബേസ്ഡ് ഓർ റൈറ്റ് ആൻഡ് റൈറ്റ് ബേസ്ഡ്. ഇപ്പം എൻ്റെ ഒരു നീഡാണ് ടു ഗെറ്റ് ടെസ്റ്റഡ്. അപ്പം എത്രത്തോളം നമുക്ക് പോയി പറയാം ഡോക്ടറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇന്ന ടെസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ ഡോക്ടർ എഴുതി തരിക. അങ്ങനത്തെ ഒരു ലിബറലൈസേഷൻ ഉണ്ടല്ലോ. അതേപോലെ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇതെൻ്റെ റൈറ്റ് ആണ്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലോയിനെ നമുക്ക് അത്ര ഈസിലി അപ്രോച്ച് ചെയ്യാം. പിന്നെന്താ, അതിനാണല്ലോ കോടതികളിൽ. നമുക്ക് കോടതി പല ഡിഫറെൻറ്റ് ലെവൽസിലുണ്ട്. ഏറ്റവും താഴെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോർട്സ്, അതിൻ്റെ മുകളിൽ സബ് കോർട്സ്, അതിൻ്റെ മുകളിൽ ഡിസ്ട്രിക്ട് കോർട്സ്, അതിൻ്റെ മുകളിൽ ഹൈക്കോർട്ട്, അതിൻ്റെ മുകളിൽ സുപ്രീം കോർട്ട് ഉണ്ട്. ഇപ്പം ഓരോ റൈറ്റും ഇൻഫ്രിഞ്ച്മെന്റ് അല്ലെങ്കിൽ നമ്മളെ ഇത് കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ലേ എവിടെ പോവാന്നുള്ളത് ഇറ്റ്സ് ഡിഫൈൻഡ്. അപ്പോൾ ആ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കോടതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെല്ലാം കൂടിയാണ് ഇപ്പം കോടതിയിൽ അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ലോയേഴ്സ് ത്രൂ പോകണം. മെയിൻലി ലോയേഴ്സ് ത്രൂ ആണ് പോകണം. ഇഫ് വൺ കനോട്ട് അഫോർഡ് എ ലോയർ, ദേ ക്യാൻ അപ്രോച്ച് ദ ലീഗൽ സർവീസ് അതോറിറ്റി ഫോർ ഫ്രീ ലീഗൽ എയ്ഡ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ലീഗൽ എയ്ഡ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നമ്മൾ കുറേ കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡെലമാറ്റസ് കാറ്റഗറിയാണ് ചൈൽഡും അഡോളസൻറ്റും. ചൈൽഡ് പക്ഷേ ഓൾമോസ്റ്റ് ചില പോളിസീസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആർ ഇൻ പ്ലേസ്. അപ്പോൾ കൺസെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും, അവരുടെ ഹെൽത്ത് ആസ്പെക്ട്സ്, ഹസാർഡ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും സംവാട്ട് കുറച്ച് പോളിസിയൊക്കെ ഇൻ പ്ലേസ് ഉണ്ട്. ബട്ട് അഡോളസൻ ഇസ് എ ഫേസ് ഓഫ് ട്രാൻസിഷൻ. അതിൽ അവിടെ കുറേ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, ഒരുപാട് ഇമോഷണൽ ചേഞ്ചസ്, ഒരുപാട് സൈക്കിക് ചേഞ്ചസ്. ദേ ആർ ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പിയേഴ്സ്, family, they are influenced by community, social media. So അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഇസ് ജസ്റ്റ് ഇൻ an evolving phase. അതായത് ചൈൽഡ് ഫേസിൽ നിന്ന് നമ്മൾ അഡൾട്ട് ഫേസിലേക്ക് ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഇസ് ഇൻ an evolving stage. അപ്പോൾ ആ അഡോളസൻസിൽ അഡോളസൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഹെൽത്തിൽ വി ആർ ലൈക്ക് ട്രൈങ് ടു നമ്മൾ ആക്റ്റീവ്ലി involve, include their problems അല്ലെങ്കിൽ their concerns. ചൈൽഡ് ലൈൻ പോലെ ഫോൺ ഇൻ സർവീസസ് അങ്ങനെ ആക്റ്റീവ്ലി അവരെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പോളിസീസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഡെഫിനറ്റ്ലി കുറച്ച് ലാഗ് ഉണ്ട്. പക്ഷെ ഇറ്റ്സ് ദേർ. നമുക്ക് മനസ്സിലാക്കി ചെയ്യണം ആ ഒരു ഫേസ്. അങ്ങനെ ലീഗൽ ആസ്പെക്റ്റിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നിട്ടുണ്ടോ? അതായത് അഡോളസെന്റ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി ബിറ്റ്വീൻ 15 to 18 വരുന്ന കുട്ടി, 14 to 18 ആ ഒരു പീരീഡ് അഡോളസൻസ്. പക്ഷേ ലീഗലി 2 സെക്ഷൻസേ ഉള്ളൂ. ചൈൽഡും അബവ് മേജർ ആയിട്ടുള്ള എബവ് 18. അപ്പം ഈ ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നവർക്കുള്ള പ്രൊട്ടക്ഷൻസ് സെപ്പറേറ്റ് ആണ്. എബവ് 18 ആൾക്കാരുടെ സെപ്പറേറ്റ് ഉണ്ട് ചില ആസ്പെക്ട്സിൽ. അതായത് ഇപ്പം എന്താ പറയുക, അവർ പോക്സോ വരുമ്പം ഈ ചൈൽഡ് എഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഉള്ള ആക്ട്, ക്രിമിനൽ ആക്ട്സ് കൂടുതൽ സ്ട്രിൻജൻ്റ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നതല്ലോ. അപ്പം നമ്മൾ ചൈൽഡ്, അഡോളസെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡൽട്ട്
അങ്ങനെ ആ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഹെൽത്ത് ഹെൽത്ത് ബേസിസിൽ അപ്പോൾ ഹെൽത്ത് ബേസിസിൽ ഒരു ചൈൽഡ് അല്ലെങ്കിൽ അഡോളസെന്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇല്ല. എന്നാൽ നമ്മൾ ആസ് പെർ ലോ ഡെഫിനീഷനിൽ എനി പേഴ്സൺ ബിലോ 18 ഇയേഴ്സ് ചൈൽഡാണ്. അതിൽ അഡോളസെൻസ് അല്ലെങ്കിൽ ചൈൽഡ് എന്നുള്ള ഡിഫറൻസിയേഷൻ നമ്മൾ ഈവൻ ഹെൽത്ത് എന്നല്ല ഒരു ലോയിലും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഡിസ്കഷൻ നടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോക്സോയില് കൂടുതലായിട്ട് കേസസ് ഒരു എന്താ പറയുക മോർ ദാൻ 50% കേസസ് വരുന്നത് അത് അഡോളസെന്റ് ലവേഴ്സ് തമ്മിലുള്ള അങ്ങനത്തെ കേസസ്. അതായത് ബിലോ 18 ആയിരിക്കും, അവര് കൺസെൻഷ്വൽ ആയിരിക്കും, ഒരു ലവ് റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. പക്ഷെ അത് ഏതെങ്കിലും ഒരു ഫാമിലി അറിയുമ്പോൾ, പെൺകുട്ടീനെ ഫാമിലി അറിയുമ്പോൾ ഈ മറ്റേ പയ്യൻ പെൺകുട്ടി ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് ബിലോ 18, പയ്യനും ആ സെയിം ഏജ് റേഞ്ചിലായിരിക്കും. അപ്പം പക്ഷെ ഹി വിൽ ഓൾസോ ബി ബുക്ക്ഡ് അണ്ടർ പോക്സോ, ആ സിവിയർ പണിഷ്മെന്റ്. അപ്പം ഇപ്പൊ ഒരു ഡിസ്കഷൻ സുപ്രീം കോർട്ട് സെൻട്രൽ ഗവൺമെന്റിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആക്ട്സ് പോക്സോന്റെ റിഗറിൽ നിന്ന് മാറ്റാൻ ഒരു എന്ത് ചെയ്യണം എന്നുള്ള ഇൻഫാക്ട് നമ്മൾ ഹൈക്കോർട്ടിൽ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രൊഫസർ വന്ന്, പിന്നെ നിശാന്തിനി മാഡം IPS മാഡം എല്ലാം വന്ന് ഒരു എന്താ പറയുക ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിലുള്ള ഒരു സ്റ്റഡി ബേസ്ഡ് ഒരു ടോക്ക് എല്ലാം നടന്നിരുന്നു. അപ്പോൾ ആസ് സച്ച് നമുക്കിപ്പം ആ ഒരു ഡീക്രിമിനലൈസിങ്ങിന് ഉള്ള കുറേ ഹേർഡൽസും അല്ലെങ്കിൽ കാര്യങ്ങളും ഫാക്ടേഴ്സും അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫാക്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് അതിനിപ്പോൾ ഒരു ഇതായിട്ട് സജഷനായിട്ട് നമ്മൾ സുപ്രീം കോർട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഡോളസെന്റ് ചൈൽഡ് അഡൽട്ട് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ലോയിൽ ഇതുവരെ വന്നിട്ടില്ല. വളരെ ഡിഫറെന്റ് ചൈൽഡിൽ നിന്നുള്ള അല്ല, എന്നാൽ ഒരു അഡൽട്ടിൽ നിന്നുള്ളതല്ല. ബിക്കോസ് അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ സ്റ്റിൽ ഇൻ. അതെ, അതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ പോക്സോയില് ഈ വരുന്ന രണ്ടുപേരും ബിലോ 18 വരുന്നത്. അതിലൊരു ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ MTPയുടെ ഇതും വരും അതിന്റെ അകത്ത്. ബിക്കോസ് പോക്സോ വന്നാൽ ഡെഫിനറ്റ്ലി ബിലോ 18 ആയിരിക്കും. അത് അഡോളസെന്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്ത് ആൻഡ് ലോ, ബട്ട് മെയിൻലി ഡിസ്കസ് ചെയ്തത് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആണ്. അതായത് ഫോർ നീഡ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഗുഡ്, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിന് ഒരു മാസ്സായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ലോസും ഡിസ്കഷൻസും ഒക്കെയാണ് നമ്മളിപ്പം കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സ് അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കൗൺസിലർ, അങ്ങനെ ഒരു ലെവലിൽ യൂഷ്വലി ഒരു പബ്ലിക് ഹെൽത്ത് കെയർ സെറ്റിങ്ങിൽ വരുന്ന ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ അപ്രോച്ചിങ് ഫോർ സർവീസ് ആണ്. സോ അതിൻ്റെ ലോഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ടൈം, വെയിറ്റിംഗ് ടൈം, അത് പേഷ്യൻറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ ദർ മേ ബി ഔട്ട് ക്രൈസ് അല്ലെങ്കിൽ there may be frustrations from their side. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ വാട്ട് ഓൾ ദേ ഹാവ് ടു ഡു ഇൻ എ മിനിറ്റ്. ഒരു 2 മണിക്കൂറിൽ 100 പേഷ്യൻസിനെ കാണേണ്ടി വരും ചിലപ്പം. അപ്പോൾ അത്രയും പേഷ്യൻസിനെ മാനേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം എന്ന് പറഞ്ഞാൽ മേ ബി 1 minute 2 minutes. ആ 1 minute 2 minutes നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, കുറേ പ്രോബ്ലംസ് ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കില്ല. നമ്മൾ ഹിസ്റ്ററി ടേക്കിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അത് നമ്മൾ ഇപ്പം ഏത് ഹെൽത്ത് കെയർ സെറ്റിംഗ് ആണെങ്കിലും ഹിസ്റ്ററി ടേക്കിംഗ് വളരെ ഫാസ്റ്റായിട്ട് നടന്നാൽ തന്നെ നമുക്ക് പാതി ഡയഗ്നോസിസ് അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് കൊടുക്കാം. മേ ബി ഒരു മൈൽഡ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, ഇൻ്റർഫിയറൻസ്. പക്ഷെ അത് കൂടുതലൊരു ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ മുകളിൽ ഒരു പ്രഷറൈസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പല പബ്ലിക് ഹെൽത്ത് കെയർ സെറ്റിങ്സിനും വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ
എങ്ങനെയാണ് ഇത് ഇന്നൊരു ഡിസിഷൻ എടുക്കുക? അങ്ങനെ കേസസ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് സർവീസ്, സഫിഷ്യന്റ് സർവീസ് എന്നുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതിൽ വേറൊരു കാര്യം ഉണ്ട്. കാരണം ആസ് പെർ റൂൾസ് ഇപ്പം ഓരോ ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ആ ഒരു പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിലാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടുത്തെ നീഡ് അനുസരിച്ചിട്ട് ദാറ്റ് മച്ച് പേഴ്സൺസ് ഷുഡ് ബി ദെയർ. മറ്റേ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടാവണമെന്നുണ്ട്. ഇത്രയും പോപ്പുലേഷന് ഇത്ര ഡോക്ടേഴ്സ്, ഇത്ര നഴ്സസ്, അങ്ങനെ അത് ദാറ്റ് ഷുഡ് ബി അപ്പോയിന്റഡ് എന്നുള്ളത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇഫ് ഗവൺമെന്റ് ഇസ് നോട്ട് ഡൂയിങ് ദാറ്റ്, സംബഡി ക്യാൻ ടേക്ക് അപ്പ് ബിഫോർ ദ കോർട്ട്. അല്ലെങ്കിൽ അതോറിറ്റീസിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് കൊടുക്കാം. അവിടുന്ന് മറ്റേ ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്തിന് പോവാം. അത് അവിടുന്ന് നടന്നിട്ടില്ലെങ്കിൽ ഹൈക്കോർട്ടിൽ വരാം. അപ്പം അത് ദാറ്റ് ആ ഒരു റേഷ്യോ ബാലൻസിങ് ഉണ്ടാവണം എന്നുള്ളത് റൂളുണ്ട്. അപ്പൊ ആ റൂൾ പ്രകാരം ഇപ്പം വേക്കൻസി ലീവ് ലെഫ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഇതാ. പക്ഷെ ദാറ്റ് ഡസൻ ഇതുവരെ അങ്ങനെ ഒരു ആ ടൈം കുറഞ്ഞത് കൊണ്ട് ഒരു അത് ഒരു എന്താ പറയാ സർവീസ് കൊടുത്തത് സഫിഷ്യന്റ് അല്ല എന്നല്ല. നമുക്ക് മെഡിക്കൽ നെഗ്ലിജൻസിൽ എപ്പോഴും ഒരു റീസണബിൾ കെയർ, റീസണബിൾനെസ് ഓഫ് ദ കെയർ എന്നുള്ളതാണ് എപ്പോഴും നോക്കുക. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ റീസണബിൾനെസ് ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അല്ലാതെ ഇപ്പം ഈ എത്ര ആൾക്കാർ അധികം ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടർ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഡിഫെൻസ്. അത് ദാറ്റ് വിൽ ബി എക്സാമിൻ. ആ ഒരു ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് അതിന്റെ മുകളിൽ ഡിസിഷൻസ് എടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പലപ്പോഴും ഇത് ഒരു കോർട്ടിലേക്ക്, ഒരു കോർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഇന്റർഫിയറൻസിന്റെ ലെവല് യൂഷ്വലി എത്താറില്ല. ബട്ട് ദിസ് ഇസ് ഒരു യൂഷ്വൽ ഒരു കൺസേൺ ആണ്. സോ ഐ വാസ് പോയിന്റിങ് ഔട്ട് ബിക്കോസ് പല ഐ എം റെപ്രസെന്റിങ് ഒരു കുറേ ഒരു population of healthcare providers who are facing this kind of problem in a public healthcare setting. അതിപ്പോൾ എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഹൗ ക്യാൻ ദേ ടേക്ക് ടു കോർട്ട് എന്നാണ് ഒരു അടുത്ത ക്വസ്റ്റ്യൻ. അത് യൂഷ്വൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണെങ്കിലും അവർ സിറ്റിസൺ ആണ്, പബ്ലിക്കിന്റെ പാർട്ടാണ്. അവർ ദേ ആർ നോട്ട് ഡിഫറെന്റ് ഫ്രം പബ്ലിക്. അപ്പൊ അവർക്ക് റൈറ്റ്, അതായത് റൈറ്റ് ടു വർക്ക് ഇൻ എ ഗുഡ് എൻവയൺമെന്റ് എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. അപ്പം ആസ് പെർ റൂളിൽ അല്ലെങ്കിൽ ലോ ഇത്രയും ആൾക്കാർ ഉണ്ടാവണം അവിടെ, പക്ഷെ അത്രയും ആൾക്കാർ ഇല്ല. ദേ ആർ ഓവർ ബേർഡൻ ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഓവർ ബേർഡൻ ദെയർ ജഡ്ജ്മെന്റ് വിൽ ബി ക്ലൗഡഡ് എന്നുള്ള ഒരു ഇത് വരികയാണെങ്കിൽ ദേ ഹാവ് ടു ഗിവ് റെപ്രസെന്റേഷൻ ടു ദ ഹയർ അപ്സ്. അതായത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ അങ്ങനെ കൊടുത്തിട്ട് എന്നിട്ടൊന്നും അതിൽ ഒരു ആക്ഷൻ ഇല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പോവാം. നമുക്ക് എല്ലാരും ഒന്നും കോർട്ടിൽ പോകത്തില്ല. കോർട്ടിൽ പോകണ്ട, ഫസ്റ്റ് അതോറിറ്റീസിനെ അറിയിക്കാം. അതോറിറ്റീസിനെ അറിയിക്കുന്നത് വരെ വലിയ അത് തന്നെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. പലർക്കും വോയിസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നോ ഒരു നമ്മളിപ്പോൾ സോഷ്യൽ ഓഡിറ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. കൂടുതലും സർവീസസ് എല്ലാം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് പ്രൊവിഷൻ ക്യാമ്പ്സ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത്, കമ്മ്യൂണിറ്റി അങ്ങനത്തെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു ലീഗൽ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്താണ് അതിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ആ ഏരിയയിൽ ഒരു ഈ ഔട്ട്റീച്ച് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ ഔട്ട്റീച്ച് ലീഗൽ സർവീസസ് ഉണ്ടോ? ലീഗൽ സർവീസസ് മറ്റേ എന്താണ് ലീഗൽ എയ്ഡ് ക്യാമ്പ്സ് ഇഷ്ടംപോലെ നടത്തുന്നുണ്ട് ലീഗൽ സർവീസ് അതോറിറ്റി മുഖാന്തരം. ഓരോ ഏരിയാസിൽ ഇപ്പോൾ ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ പോയി ക്യാമ്പ്സ് ഒക്കെ ഇഷ്ടംപോലെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ വിമൻ പ്രിസണിൽ പോയിട്ട് നമ്മൾ മെൻറ്ററിങ് ഒക്കെ നടത്തുന്നുണ്ട്. അതിപ്പം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോൾ ദേ ആർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ. അവർക്ക് അറിയാം ദേ ഹാവ് ടു ഡു. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹീ ഹാസ് ടു കം ഫോർവേഡ്. പിന്നെ അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ കോടതിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഓവറോൾ സൂപ്പർവിഷൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്.
അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹെൽത്ത്, ഹെൽത്തിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഓഡിറ്റിങ്ങും മറ്റേ എന്താ പറയുക പ്രോപ്പറായിട്ടാണോ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ ഇതുണ്ടോ, റെപ്രസെൻറ്റേഷൻ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടോ ഓരോ മറ്റ് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്ട് ലെവലിലുണ്ടോ, അതൊക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അവർ ചെയ്യുന്നില്ലെങ്കിൽ ദ പേഴ്സൺ അല്ലെങ്കിൽ ദ പോർഷൻ ഓഫ് പീപ്പിൾ ഹു ആർ അഗ്രീഡ് ബൈ ദം നോട്ട് ഡൂയിങ്, അവർക്ക് ദേ ഹാവ് ടു കം ബിഫോർ ദ ചോദിക്കുന്നത്. സോ ഒരു ഔട്ട്റീച്ച് ആയിട്ട് ഒരു ഫീൽഡ് ലീഗൽ സർവീസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫീൽഡ് ലീഗൽ സർവീസ് മൈഗ്രന്റ് ലേബേഴ്സിനൊക്കെ ഉണ്ട്. ഈ എഡ്യൂക്കേറ്റഡ് ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയി ഇത് കൊടുക്കേണ്ട ആവശ്യം. ഇപ്പൊ മൈഗ്രന്റ് ലേബേഴ്സ്, പ്രിസണേഴ്സ്, ട്രൈബൽസ്, അവർക്കൊക്കെ ഒബ്വിയസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രിസണേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആയിട്ട് കിടക്കുന്നവർ കാണും. അപ്പോൾ അവരെയൊക്കെ പോയി കാണാനുള്ള ഒരു സർവീസ് പ്രൊവിഷൻ ഉണ്ടോ? അങ്ങനെ മറ്റേ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ലീഗലി പറയാൻ പറ്റില്ല, അത് അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ ഈ സോഷ്യൽ ഇപ്പം ലോ ആസ്പെക്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രീ സർവീസ് ഉണ്ട്, വൾനറബിൾ പോപ്പുലേഷൻ, അവരൊക്കെ വന്ന് നമുക്ക് അപ്രോച്ച് ചെയ്ത് സർവീസ് സീക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ബേസിസിൽ നമ്മൾ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രിസണേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, മെൻ്റൽ ഹെൽത്ത് അഫക്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൾക്കാർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യം പറഞ്ഞു. അതർ കാറ്റഗറീസ് ഈ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഹോംലെസ് പീപ്പിൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ് വേർ അങ്ങനെ ഉള്ള കുറേ പേരുണ്ട്. ഓൾഡ് ഏജ് ഹോംസ്, പിന്നെ ഓർഫനേജസ്, അവർക്കൊക്കെ ലീഗൽ സർവീസ് പോയി ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ സീക്ക് ചെയ്യേണ്ടത്? അല്ല, അതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം ഹോംലെസ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താ പറയുക, നമുക്കിപ്പം എന്താ അവരുടെ ബുദ്ധിമുട്ട് എന്ന് അറിഞ്ഞാലല്ലേ അതിൻ്റെ ഒരു റെമഡി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം മെൻ്റലി ഹെൽത്ത് എഫക്റ്റഡ് ആൾക്കാർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഫനേജസ്, ഇതിനെല്ലാം സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതെല്ലാം അവർ ആ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ കംപ്ലൈ ചെയ്യുന്നുണ്ടോയെന്ന് അവരുടെ സൂപ്പർവൈസറി ബോഡീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 2010-ലോ 12 ആ സമയത്തെന്തോ ഒരു ഏർവാട്, എന്താ തമിഴ്നാട്ടിലെ ഏർവാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് 10-15 ഈ മെൻ്റലി ഇല്ലായ ആൾക്കാർ കത്തി മരിച്ചിട്ടുണ്ട്. കാരണം അവരെല്ലാം ദേ വർ ടൈഡ് ടു ദിയർ ലെഗ്സ് ഒരൊറ്റൊരു റൂമിലിട്ടിട്ട്. അപ്പോൾ അവിടുന്ന് തീ കത്തിയപ്പോൾ ദേ വർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഔട്ട് സൈഡ്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഇൻഹ്യൂമൻ കണ്ടീഷനാണ് എഗെയിൻസ്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങനത്തെ റൂൾസ് എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. പ്രോപ്പർ പീരിയോഡിക് എന്താ പറയുക സൂപ്പർവിഷൻ, ഇത് സർവൈലൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇതിനൊക്കെ പ്രോപ്പർ സൂപ്പർവൈസറി ബോഡീസ് അവർ ദേ ആർ ചെക്കിങ് ഇറ്റ്. അപ്പോൾ ഒരു ഹെൽത്ത് ടീമിൻ്റെ കൂടെ there should be a legal advisor ഉള്ളൊരു മാൻഡേറ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ മാൻഡേറ്റ് ഇല്ല. അത് ഹെൽത്ത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇഫ് ഇറ്റ് കംസ് അണ്ടർ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ടാവും, അവരാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്യുക കോടതിയിലൊക്കെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു ലൈഫ് എന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യം എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മുടെ ഒരു റൈറ്റാണ്. അപ്പോൾ ആ റൈറ്റ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം, ലോ ആണെങ്കിലും ആക്ട് ബേസ്ഡ് ആണെങ്കിലും എന്തൊക്കെ സർവീസ് പ്രൊവിഷൻ ഏരിയയിലാണെങ്കിലും എന്തൊക്കെയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ഒരു ഔട്ട്ക്രൈ വന്നു എന്നും അത് എങ്ങനെ ആ സിസ്റ്റത്തിനെ നമുക്ക് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തു, ആ റിജിഡ് സിസ്റ്റത്തിൽ നിന്ന് കുറച്ചും കൂടി ഒരു ലിബറലൈസ്ഡ്
സിസ്റ്റം ആയാലേ നമുക്ക് ഹെൽത്ത് റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോ ലോസ് ഉണ്ടാക്കുകയും അതിനെ റിവൈസ് ചെയ്ത് അതിനെ കുറച്ചും കൂടെ ഹ്യൂമെയിനായിട്ടും പ്രസന്റ് സിനാരിയോ സിനേറിയോ ബേസ്ഡ് ഡെവലപ്പിംഗ് സിനാരിയോ ബേസ് ചെയ്തിട്ട് ഡെവലപ്പിംഗ് ഇപ്പം മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആനിമലാണ്. സോ എപ്പോഴും ഒരു എവല്യൂഷൻ സ്റ്റേജിലാണ്. തോട്ട്സ് മാറാം, കൺസെപ്റ്റ്സ് മാറാം, ഐഡിയാസ് മാറാം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇനി പ്ലാസ്റ്റിക് മനുഷ്യൻ വരെ വരാൻ സാധ്യതയുണ്ട്, AI വരെ വന്നു. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ റൈറ്റ് ടു ഹെൽത്ത് എന്നൊരു ഏരിയയിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. വി ആർ ഇൻ എ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്യുന്ന ഹ്യൂമൻസ് ഇവോൾവ് ചെയ്യുന്നതോറും നമ്മുടെ സിസ്റ്റം ഇവോൾവ് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല നമ്മുടെ ഒരു കൈൻഡ് ഓഫ് അപ്രോച്ച്, കൺസെപ്റ്റ്സ്, ഐഡിയാസ്, തോട്ട്സ് എല്ലാം ഒരു കംപ്ലീറ്റ് ചേഞ്ച്. അപ്പോൾ ആ ഒരു ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാനും ആ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് എപ്പോഴും ഒരു ലീഗൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം പുതുതായിട്ട് വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു, അതുകൂടാതെ ആനിമൽ റൈറ്റ്സ് ഉണ്ട്, എൻവയറമെൻ്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൂടാതെ ഇപ്പം പുതുതായിട്ട് വരുന്നതാണ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ ഹെൽത്ത്, ഇപ്പം ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി ഇവോൾവ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് ലീഗലി ഇൻക്ലൂസീവ് ആകും, പുതിയ റിവിഷൻസ് വരും, ഗൈഡ് ലൈൻസ് വരും എന്ന ഒരു ഹോപ്പിൽ നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ നിർത്താം. താങ്ക് യു ഷജ്ന. താങ്ക് യു സോ മച്ച്. നമ്മളൊരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ തിങ്ക് ചെയ്യുന്നതിലും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടാണ് നിങ്ങൾ പബ്ലിക് ഹെൽത്ത് സർവീസിലുള്ള ആൾക്കാർ തിങ്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ മനസ്സിലായി. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ പെർസ്പെക്റ്റീവ്സ് ഓൾസോ ഫ്രം ദ questions that were put to me. I think I'll give more insights on those aspects in the coming years. I think I'll try to get more insights so that whatever this you people are aggrieved by the system, നമുക്ക് അതെങ്ങനെയെങ്കിലും ഒരു എന്താ പറയുക support from how much more support from the legal area എന്നുള്ളത് it's always a debatable thing. നമുക്ക് നോക്കാം. Okay, thank you.